അധ്യാപകൻ ടി ജെ ജോസഫ് തന്നെ നമുക്ക് കണക്ട് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ ടി ജെ ജോസഫ്, കേൾക്കാൻ കഴിയുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഒന്നാം പ്രതി, താങ്കളെ ആക്രമിച്ചതിൽ ഒന്നാം പ്രതിയായ സവാദാണ് കണ്ണൂരിൽ നിന്ന് പിടിയിലായിരിക്കുന്നത്. NIA പിടികൂടിയിരിക്കുകയാണ്. സവാദിനെ എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു പൗരൻ എന്ന നിലയിൽ ഒരു കേസിലെ പ്രതി, അതും 10-13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരു പ്രതിയെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇരേ എന്ന നിലയിൽ എനിക്ക് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തോ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഒരു കൗതുകമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പറയുന്ന ഒന്നാം പ്രതിയായിട്ട് ഗണിക്കുന്ന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ആള്, ഈ സവാദ്, എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആളെന്ന നിലയിലാണ് ഒന്നാം പ്രതിയായിപ്പെടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചും ഇതിലെ മുഖ്യ പ്രതികൾ ഇവരൊന്നുമല്ല. ഈ കേസ് അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നവരാണ്. ഈ പറയുന്ന സവാദിനെ പോലെയുള്ളവരെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നവരാണ്. പക്ഷെ അവരൊന്നും ഈ കേസിന്റെ പ്രത്യക്ഷത്തിലേക്കൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നെ ആക്രമിച്ച, ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആളാണ് ഈ ഒന്നാം പ്രതി. ഇപ്പോൾ ശരിക്കും ഇദ്ദേഹം ഒരു ഉപകരണമാണ്. എന്നെ വെട്ടാൻ ഉപയോഗിച്ച മഴുവിനെ പോലെ അല്ലെങ്കിൽ വാക്കത്തിയെ പോലെ ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പ്രതിയോട് പ്രത്യേകിച്ച് ഒരു പകയോ അങ്ങനെയുള്ള ഒരു മനോഭാവവുമില്ല. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, ഇത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നവരാണ്. ആരുടെ മസ്തിഷ്കത്തിൽ നിന്നാണോ ആ തീരുമാനം വരുന്നത്, അവരാണ് യഥാർത്ഥ പ്രതികൾ, യഥാർത്ഥ കുറ്റവാളികൾ അവരാണ്. പക്ഷെ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒക്കെ ഒരു രീതി അനുസരിച്ച് ഒന്നാം പ്രതിയായിട്ട് വരുന്നത് ഈ കുറ്റകൃത്യം ആര് നടത്തിയോ അതിലേറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ ആളെന്ന നിലയിൽ മാത്രമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചും ഇതിലെ മുഖ്യ പ്രതികൾ ഈ എന്നെ ആക്രമിക്കാനും വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരാണ്. ഇവരെയൊക്കെ നിയോഗിച്ചവരാണ്. അവര് ഈ കേസിൽ ഇതുവരെയും ഉൾപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ നിയമ രീതി അനുസരിച്ച്, നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ആക്രമിച്ചവരാണ് മുഖ്യപ്രതികൾ. അതിൽ ഒന്നാം പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു എന്നറിയുന്നതിൽ ഒരു പൗരൻ എന്ന നിലയിൽ, ഇവിടുത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൗതുകമുണ്ട്. ഏതായാലും വളരെ കാലമായിട്ട് പിടികിട്ടാതെ ഇരുന്ന ഒരു പുള്ളിയെ പിടിച്ചതുകൊണ്ട് നമ്മുടെ നിയമപാലകർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പോഴും അവരുടെ ബാധ്യതയായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ആ പ്രതിയെ കുറിച്ചുള്ള അന്വേഷണം അവർ തുടർന്ന് പോരുകയായിരുന്നു. പ്രതിയെ പിടിക്കുന്നവർക്ക് ഇനാമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഏതായാലും അവർക്ക്, ഈ കേസ് അന്വേഷിക്കുന്ന നിയമപാലകർക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഈ നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരുവിധമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രതികളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരു നിയമത്തെയൊക്കെ ആദരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്കും ഒരു അഭിമാനമുണ്ട്. അതിൽ കൂടുതൽ, അതായത് ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു മനോഭാവം മാത്രമേ ഉള്ളൂ ഈ കേസിൽ. അല്ലാതെ ഇത് എന്ന നിലയിൽ എനിക്ക് ഈ പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ ഭാവഭേദവുമില്ല. ശരി, വളരെ നന്ദി ശ്രീ ടി ജെ ജോസഫ് പ്രതികരിച്ചതിൽ.